ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹർഷി ബീയിങ് സെൽഫ്. ഇറ്റ്സ് മീ ഹർഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 4 മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള 4 മോയ്സ്ചറൈസേഴ്സിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ ഈ ചാനൽ ചെയ്യുന്നത് സ്കിൻ കെയർ വീഡിയോ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നത്. 4 മോയ്സ്ചറൈസേഴ്സിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിന് ആ മോയ്സ്ചറൈസർ സ്യൂട്ടാകുന്നുണ്ടോ, നമ്മളെ സ്കിന്ന് അതുമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ, നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊണ്ടുവരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു സ്കിന്ന്, അതായത് മോയ്സ്ചറൈസർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള 4 മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസറാണ് എൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ ഉള്ളത്. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അതൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്, നോൺ സ്റ്റിക്കിയാണ്, നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് അതിനുള്ളത്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഈവൻ ടോൺ ആയിട്ട് തോന്നാറുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഹൈലറോണിക് ആസിഡാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും നമ്മുടെ സ്കിൻ ബാരിയറിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ഡേ ആൻഡ് നൈറ്റ് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, നമുക്ക് സ്കിന്നിന് നല്ല രീതിയിലുള്ള മോയ്സ്ചർ നിലനിർത്താൻ ഇത് സഹായിക്കും. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൂടിയാണ് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ. അപ്പോൾ നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ സ്യൂട്ടാവുന്നുണ്ട്. ഇതിൽ എഴുതിയിട്ടുള്ളത് വെച്ചാൽ ഓൾ സ്കിൻ ടൈപ്പ് ഇത് സ്യൂട്ടാവുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ വെച്ച് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മോയ്സ്ചറൈസർ കൂടുതൽ സ്യൂട്ടാവുന്നത്. അപ്പോൾ നമുക്ക് സ്കിന്നിൽ ആവശ്യമില്ലാത്ത ഓയിൽസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് നമുക്ക് സാധിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്, അക്വലോജിക്കയുടെ ഇലുമിനാറ്റി ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ. ഇതെന്ന് പറയുന്നത് നല്ലൊരു ഇതിലടങ്ങിയിട്ടുള്ള ആൽഫ അർബൂജിനും വൈൽഡ് ബെറീസൊക്കെയാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ അർബൂജിനും ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നല്ല ഇലുമിനേറ്റ് ചെയ്ത്, നമ്മുടെ സ്കിന്ന് നല്ല റിജുവിനേറ്റ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ ചിലർ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറംസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, വലിയ രീതിയിൽ ആക്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു അക്വലോജിക്കയുടെ ഒരു ഇലുമിനാറ്റി ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ നല്ലതായിരിക്കും. സ്കിന്ന് നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയ രീതിയിലുള്ള ആക്നേസ് ഇല്ല. എനിക്ക് അവിടെ ആയിട്ട് ചെറിയൊരു ആക്നേസ് ഒക്കെ പ്രോബ്ലം ഉണ്ട്. അത് മാറാനായിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് നാളായി, ഏകദേശം ഒരു 1 മന്ത് ആയിട്ടുണ്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട്. ഞാനത് ഉപയോഗിച്ചിട്ട് ഇത് കണ്ട ഇത്ര ആയിട്ടുണ്ട്. ഇത് ഫുള്ളുള്ളതാണ്. ഈ ഒരു വെട്ടുണ്ടല്ലോ, ഈ ഒരു സ്ഥലം വരെ ഇതുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിപ്പോൾ ഏകദേശം പകുതി കൂടുതലായിട്ടുണ്ട്. കാണാൻ പറ്റുമോ? ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. എല്ലാവരും നല്ല വാങ്ങിച്ചതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ സ്കിന്ന് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. എന്നുവെച്ചാൽ സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. അക്വലോജിക്കയുടെ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് അഫോർഡബിൾ ആണ്. ഇതെന്ന് വെച്ചാൽ പക്ഷേ ഇതും അഫോർഡബിൾ ആണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അതൊരു 100 ml ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ. ഇതൊരു 200 ml ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തോടെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിത് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് അക്വലോജിക്കയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. നല്ല സ്കിന്ന് നല്ല തണുപ്പ് ഫീൽ ചെയ്യും, നമ്മുടെ സ്കിന്ന് നല്ല ഈവൻ ടോൺ ആയിട്ട് വെക്കും. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ, നമുക്ക് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ സ്കിൻ ബാരിയറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മോയ്സ്ചറൈസർ, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ.
തേർഡിൽ വരുന്നതാണ് ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ പ്യുവർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസർ. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, കൊക്കും ബട്ടറൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നയാസിനമൈഡ് അറിയാമല്ലോ, നമ്മളെ ബ്രൈറ്റ്നസ് കൂട്ടാനും നല്ല രീതിയിൽ സ്കിന്ന് നല്ല ഈവൻ ടോണായിട്ട് കൊണ്ടുവരാനും, ഹൈലറോണിക് ആസിഡ് അറിയാം നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ കൊക്കും ബട്ടർ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു സാഗിനെസ്സും പഫ്നെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസ് ഒക്കെ മാറാൻ വേണ്ടി ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല ഹെൽപ്പായിരിക്കും. ഈ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വിൻ്റർ ടൈമിലാണ്. അപ്പോൾ വിൻ്റർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കാരണം വെച്ചാൽ ഇത് കുറച്ചുകൂടെ തിക്കാണ്. നമ്മൾ മറ്റേത് വെച്ചാൽ മറ്റേ ഈ പോൺസിൻ്റെ ആയാലും ഇലുമിനാറ്റി അക്വലോജിക്കയുടെ ഇലുമിനാറ്റിയുടെ ആയാലും രണ്ടും ജെൽ കൺസിസ്റ്റൻസിയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ക്രീം ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. എനിക്ക് മോസ്റ്റ്ലി എനിക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ടും കുരുക്കളൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുകാർക്കായാലും നല്ല രീതിയിൽ യൂസ് ചെയ്ത് വിൻ്റർ ടൈമിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ചുകൂടെ സ്യൂട്ടായിരിക്കും ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഇതിന് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വന്നൊരു മോയ്സ്ചറൈസറാണ് മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറയുന്നത്. അതിലാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ആൻഡ് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് അതിലറിയാലോ, ഹൈലറോണിക് ആസിഡ് അറിയാമല്ലോ, നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊണ്ടുവരാനും സ്കിൻ ബാരറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈലറോണിക് ആസിഡ് നമുക്ക് സഹായിക്കുന്നത്. അതുപോലെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ട് ഒരു വൈറ്റമിൻ സി കണ്ടൻ്റാണ്. അപ്പോൾ അതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ബീട്രൂട്ട് എക്സ്ട്രാക്റ്റോട് അടങ്ങിയിട്ടുള്ളതിന് നമുക്ക് വൈറ്റമിൻ സിൻ്റെ ചെറിയൊരു ഇത് കിട്ടും, എഫക്ട്സ് കിട്ടും. നല്ലൊരു ബ്രൈറ്റനിങ് തരുന്ന ഒരു ക്രീമാണ്. ഇതൊരു നൈറ്റ് ഫേസ് ആൻഡ് ഡേ ആൻഡ് നൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ലൊരു ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും നമുക്ക് സ്കിന്നിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ സഹായിക്കും. പക്ഷേ എനിക്കത് 4ാമത്തെ പ്ലേസിൽ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇത് ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ഉപയോഗിക്കുമല്ലോ, പക്ഷെ അതിലൊരു ചെറിയ രീതിയിൽ കട്ടായിട്ട് പിടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സൊക്കെ. പക്ഷേ ഇത് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നത് കാരണം നമുക്ക് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണത്. മറ്റ് മോയ്സ്ചറൈസറൊക്കെ അങ്ങനെ വരുന്നില്ല, നല്ല കട്ടയൊന്നും പിടിക്കുന്നില്ല. ഇതാ ഈ ഫോക്സ്ടെയിലിൻ്റെ പ്യുവർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസറൊന്നും അങ്ങനെ കട്ട പിടിക്കാറില്ല. പക്ഷേ ഇത് ഒരു ചെറിയ രീതിയിൽ കട്ട പിടിക്കുന്നുണ്ട് പുറമേ. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് അത് മാത്രമേ ഈ ഒരു മോയ്സ്ചറൈസറിലൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഹൈജീൻ്റെ ഭാഗമായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, അത് മാത്രം. അപ്പോൾ ഞാൻ ഈ 4 മോയ്സ്ചറൈസർ ഉപയോഗിച്ച സമയത്ത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നല്ല ഈവൻ ടോൺ ആയിട്ടിരിക്കും, നല്ല ഫേസിൽ അങ്ങനെ പിമ്പിൾസ് എനിക്ക് ചെറിയ ചില സമയത്ത് പിമ്പിൾസ് വരും. ആ പിമ്പിൾസ് വരുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ സ്കിൻ കെയർ കൊണ്ട് തന്നെ അത് മാറി നല്ല രീതിയിൽ ആവാറുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ. അപ്പോൾ എല്ലാവരും സ്കിൻ കെയറൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. എൻ്റെ ഈ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്, ഈ ഒരു റിവ്യൂസ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അഥവാ മറ്റൊരു സ്കിന്നിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ള ഫ്രണ്ട്സിനായിട്ട് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കിത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഈ ഒരു മോയ്സ്ചറൈസറൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു പാച്ച് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് വേണം ഈ ഒരു മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൻ കെയർ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. നമ്മുടെ സ്കിന്ന് കയറുന്നത് നമ്മളൊരു സന്തോഷത്തിനും നമ്മളൊരു സെൽഫ് കെയറിനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമുക്കൊരു വേറെ രീതിയിലുള്ള നമുക്ക് കമ്പാരിസൺ നടത്താനോ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്താനോ അങ്ങനെ വേണ്ടിയുള്ള നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക, എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.